ഇതേ വീണ്ടും ഇൻവിൻസിബിൾ ചെയിൻ മേക്കിംഗ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു ഇയർ റിംഗ് മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു. അതിന് തൊട്ട് മുന്നേ ഞാൻ ഇതുപോലെ വേറൊരു 2 ഇൻവിൻസിബിൾ ചെയിൻ ഉണ്ടാക്കുന്ന റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്നത് കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ മാലയിലോട്ട് വരാം. അപ്പോൾ ഈ ഒരു മാലേൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് പിൻട്രസ്റ്റ് കണ്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ച ഡിസൈനായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ച ഡിസൈനായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊരു ദിവസം മുന്നേ ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഈ ഒരു ബീഡ് കണ്ടു. അങ്ങനെ കൈയോടെ ഞാനിങ്ങ് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ഞാൻ അത് വെച്ചിട്ടുള്ള ഇൻവിൻസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ക്രിസ്റ്റൽ ബീഡ് അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, ഇതിൻ്റെ എണ്ണം കൂട്ടോ കുറക്കോ അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതിന് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് ഗിയർ വയർ വേണം. അതിപ്പോൾ ഞാൻ ഗോൾഡ് ഷെയ്ഡിലാണ് എടുക്കുന്നത്. പിന്നെ ആ ഒരു സെയിം ഷെയ്ഡിലുള്ള ഗിയർ ലോക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്, പിന്നെ ആ ഒരു വൈറ്റ് ചെറിയൊരു ബീഡ് കാണുന്നില്ല, അതിനാണ് കുങ്കുരു എന്ന് പറയുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് പുറത്ത് വാങ്ങണമെങ്കിൽ അങ്ങനെയും ഈ ബീഡ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. പിന്നെ എന്താണ് ഹുക്ക്, ഇത് രണ്ടറ്റത്തും ഗിയർ വയറിന് രണ്ടറ്റത്തും വേണ്ടിയിട്ടുള്ള ഹുക്ക് വാങ്ങണം. ഇതെല്ലാം ഞാൻ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ചെറിയ റേറ്റ് ഇതിനൊക്കെ വരുന്നുള്ളൂ. അപ്പം നമുക്ക് മാല ഉണ്ടാക്കാം. ഫസ്റ്റായിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് നമുക്കത് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് കുങ്കുരു ബീഡ് ഞാനിപ്പോൾ 3 എടുക്കുന്നത്. വേണമെങ്കിൽ എണ്ണം കൂട്ടാം. എണ്ണം കൂട്ടുമ്പോൾ ഒരു മാക്സിമം ഒരു 5 വരെ പോവാം. കുറക്കാണെങ്കിൽ 2, അതിലപ്പുറം കുറച്ചിങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല. കുറച്ചിങ്ങനെ മുത്ത് കാണുമ്പോഴാണ് ഈ ഡിസൈൻ്റെ ഭംഗി വരും. അപ്പം ഞാനിപ്പോൾ ഇവിടെ 3 വീതമാണ് എടുക്കുന്നത്. 1 ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു യെല്ലോ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെയും അതിൻ്റെ അപ്പുറത്തായിട്ട് 3 കുങ്കുരു ബീഡ് ഇടുക. എന്നിട്ട് ലാസ്റ്റായിട്ട് ആ ഒരു ഗിയർ ലോക്ക് ഇട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ടറ്റം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. ആ ഒരു സെയിം പ്ലേസിൽ തന്നെ ഫിക്സ് ആയിട്ട് കിടന്നോളും. അപ്പം ഞാൻ ഇതിവിടെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടിട്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഈ ഒരു ഗ്യാപ്പിലാണ് ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗ്യാപ്പ് കുറക്കാം. കുറച്ചുകൂടെ അടുത്തിട്ട് മുത്തുകൾ വേണ്ടെങ്കിൽ ഗ്യാപ്പ് കുറച്ചുകൂടെ കുറച്ചിട്ട് മുത്തിൻ്റെ എണ്ണം കൂട്ടാൻ മതി. ഇനിയിപ്പോൾ ഗ്യാപ്പ് കൂട്ടണം, ഒരു 3 വേണ്ടുമെങ്കിൽ എന്ത് ചെയ്ത് ഗ്യാപ്പ് കുറച്ചും കൂടെ കൂട്ടിയിട്ട് ഈ ഒരു മുത്ത് ചെയ്തെടുത്താൽ മതി. അങ്ങനെ 3 ഇവിടെ ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റ് ഫൈനൽ 4ാമത്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാലേൻ്റെ ഏകദേശം 85% തന്നെ നമ്മുടെ മാലയുടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് മാല ഡിപ്പിടിച്ചെടുക്കരുത്, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇനി നമുക്കിതിന് ഹുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. സാധാരണ ഇൻവിൻസിബിൾ ചെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ടൈപ്പ് ഹുക്കാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സാധാരണ ടൈപ്പ് ഹുക്ക് എടുക്കുന്നത്. ഹുക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പ് ഹുക്ക് എടുത്താൽ മതി. മറ്റു ടൈപ്പ് ഹുക്ക് എനിക്കെന്തോ മാല ഇടുമ്പോൾ കുറച്ചൊരു അത്ര പെട്ടെന്ന് ഇടാൻ പറ്റാത്ത പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ഹുക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു ഹുക്ക് എടുത്താൽ മതി. അപ്പോൾ ഹുക്ക് ഇടാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. ഗിയർ ലോക്ക് ഇട്ടിട്ട് ആ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗിയർ ലോക്കിൻ്റെ അറ്റം കുറച്ച് വളച്ചിട്ട് ഗിയർ വയറിൻ്റെ അറ്റം കുറച്ചൊന്ന് വളച്ചിട്ട് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് താഴെ നിന്ന് മേലേക്ക് പുഷ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പ്ലെയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടുള്ള ഇൻവിൻസിബിൾ ചെയിൻ റെഡി ആയിട്ടുണ്ട്. ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാകും ഈ ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ.